അവധിക്കാല അധ്യാപക പരിശീലനത്തിൻ്റെ രണ്ടാം ദിനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മളിവിടെ തുടങ്ങി വെക്കുന്നത്. രണ്ടാം ദിനത്തിൽ ഏറെയും ശ്രദ്ധിക്കപ്പെടുന്നത് ഷട്ടറുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളും അതിൻ്റെ എഡിറ്റിംഗ് ഓപ്ഷനുകളും ഒക്കെയാണ്. അതിനിടയിൽ ഡേ 2.1.1-ൽ ഒരു ദിനാചരണ കലണ്ടർ ഉണ്ടാക്കിയതായി കാണാം. ഈ കലണ്ടർ സത്യത്തിൽ എല്ലാ അധ്യാപകർക്കും ക്ലാസ്സുകളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും ഇത് പ്രിൻ്റെടുത്ത് A3 സൈസിലൊക്കെ പ്രിൻ്റെടുത്ത് ക്ലാസ്സുകളിൽ ഒട്ടിച്ചാൽ വളരെ മനോഹരമായി ചെറിയ വിലയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണെന്ന് ഓർമ്മിക്കുമല്ലോ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാ അധ്യാപകരും ICT മേഖലയിൽ ശാക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ അടുത്ത വീഡിയോസ് ഓരോന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട അധ്യാപകരെ, ഇത്തരമൊരു ചാർട്ട് ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് റൈറ്റർ. നമ്മൾ തുറന്നു വെച്ച ഈ ചാർട്ടിൽ എത്രത്തോളം ടാബിളുകളുണ്ട് എന്നാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത്. 1, 2, 3, 4, 5. നീളത്തിൽ കാണുന്നതിന് കോളം എന്നും വീതിയിൽ പോയതിനെ നമ്മൾ റോസ് എന്നുമാണ് വിളിക്കുന്നത്. ചെയ്യേണ്ടത് ലിബ്രെ ഓഫീസിൽ കാണുന്ന ഇൻസേർട്ട് ടേബിൾ എന്ന ഈ ചിഹ്നം ഒന്നുകിൽ ഇങ്ങനെ, അതല്ലെങ്കിൽ ടേബിൾ എന്ന് കാണുന്ന മെനു ബാറിൽ ചെന്ന് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. എത്ര വേണം എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടത് 6 റോസുകളും 2-3 കോളങ്ങളുമാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ Ctrl+S അടിക്കുന്നു. എന്തെങ്കിലും ഒരു പേരിൽ ഇത് സേവ് ചെയ്ത് വെക്കുന്നു. ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുന്നു. ടേബിൾസ്. ഇടയ്ക്കിടയ്ക്ക് Ctrl+S അടിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മിക്കുമല്ലോ. അടിസ്ഥാനപരമായ ഇതിലെ 2-3 കാര്യങ്ങൾ ആദ്യം തന്നെ ഓർമ്മിച്ച് വെക്കുക. ഒന്നാമത്തത്, നമുക്ക് ഇതിലെ ഓരോ കോളത്തിനെയും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് ചെയ്യേണ്ടത് മൗസ് പോയിൻ്റർ ഈ ലൈനിൽ കൊണ്ടുപോയി വെക്കണം. കറക്റ്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സെലക്ഷൻ ചിഹ്നം വരുന്നു. നമുക്ക് വേണ്ട ഭാഗത്തേക്ക് മാറ്റാം. ജൂൺ എന്ന് എഴുതാൻ ഇത്ര മതി. രണ്ടാമത്തത് ഏകദേശം ഇങ്ങനെ വെക്കുന്നു. നാലാമത്തത് നമ്മൾ ദിവസത്തിന് വേണ്ടി മാറ്റി വെക്കുന്നു. വിവരണത്തിന് വേണ്ടി അടുത്തതും മാറ്റി വെക്കുന്നു. ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 റോസുകൾ തമ്മിൽ നമുക്ക് മെർജ് ചെയ്യണമെങ്കിൽ, അഥവാ ഈ നടുവിലെ വരയില്ലാതെ ഒറ്റക്കള്ളിയായി ഇത് ലഭിക്കണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുന്നു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെർജ് സെൽ എന്ന് കൊടുത്താൽ ആ ഭാഗം കൃത്യമായി മെർജ് ആയതായി കാണാം. മെർജിങ് ഓപ്ഷനും പ്രിയപ്പെട്ട അധ്യാപകർ ശ്രദ്ധിക്കുമല്ലോ. ഈ കള്ളി മുഴുവനും മെർജ് ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെർജ് സെൽ എന്ന് കൊടുത്താൽ ആ കള്ളി മുഴുവനും ഒന്നായി തീർന്നിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ആക്ടിവിറ്റീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ കോളത്തിലെത്തിയതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത്, എനിക്കിതിന് തൊട്ടു മുകളിൽ ഒരു റോസ് കൂടി ആവശ്യമുണ്ട്. ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്, ഈ നടുവില മൂന്നാമത്തെ റോസിന് നേരെ മേലെയാണ് നിങ്ങൾക്ക് കോളം വേണ്ടതെങ്കിൽ നിലവിൽ എവിടെയാണോ കർസർ ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ട് ടേബിൾ എന്ന് എബോവ് കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് ടേബിളുകൾ
താഴെയും മേലെയുമായി ഇൻസേർട്ട് ചെയ്യാം. ഇനി ഇതിന് മേലെയാണ് വേണ്ടതെങ്കിൽ ഇൻസേർട്ട് എന്നതിന് പകരം ഇങ്ങനെ കുറേ ചിഹ്നങ്ങൾ താഴ്ഭാഗത്ത് കാണാം. നോക്കൂ, ഒരുപാട് ചിഹ്നങ്ങൾ. ഇതിനർത്ഥം മേലെ ഒരു റോ ഇടാനാണ്. എത്ര എളുപ്പത്തിലാണ് നമുക്ക് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കൊടുത്താൽ ഒരു റോസ് താഴെ വരുന്നു. ഇനി ഇത് പോരാ, നമ്പറാണ് എഴുതിയിരിക്കുന്നത്. ഇതിനിപ്പുറത്തൊരു കോളം വേണമെങ്കിൽ ജസ്റ്റ് ഒരു കോളം കൊടുക്കുന്നു. ഇനി ലാസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അപ്പുറം ഒരു കോളം കൂടെ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് റോസുകൾ ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്നു. ഇനി ഈ കോളം ഇവിടെ ആവശ്യമില്ലെങ്കിൽ നമുക്കതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. റോസാണ് നമുക്ക് ആവശ്യമില്ലാത്തതെങ്കിൽ ആ റോസിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതി അടുത്ത വിഷയത്തിലേക്ക് നീങ്ങുന്നു. ഓക്കെ, നമ്മൾ ചെയ്തിരിക്കുന്നത് ടേബിൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ആക്ടിവിറ്റീസുകളാണ്. ഹോം എന്ന ബട്ടൺ അടിച്ച് എൻ്റർ അടിച്ചാൽ താഴേക്ക് പോകുന്നതാണെന്ന് ഓർമ്മിക്കുമല്ലോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് എങ്ങനെയാണ് ഡാറ്റകൾ എൻ്റർ ചെയ്യുന്നത് എന്നാണ്. ഈ ഡാറ്റകൾ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെൻറ്ററിലേക്ക് മാറ്റുന്നു. കാരണം ഇതിനൊരു പേര് നൽകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തു വെച്ച കലണ്ടറിൽ ഗവൺമെൻറ് LP സ്കൂൾ ഹരിപ്പാട് ദിനാചരണ കലണ്ടർ എന്നാണ് കാണുന്നത്. വേണമെങ്കിൽ ട്രയൽ എന്ന രൂപത്തിൽ ഇത് തന്നെ നമുക്ക് കോപ്പി എടുക്കാവുന്നതാണ്. PDF-കളിൽ നിന്ന് നമുക്ക് കോപ്പി എടുക്കാമെന്നത് ഓർമ്മിക്കുമല്ലോ. ഞാൻ ചെയ്യുന്നത് എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ പഠിച്ചതുകൊണ്ട് ഞാനത് ടൈപ്പ് ചെയ്യുന്നു. GHS കുഞ്ഞം. വയനാടാണ് എൻ്റെ സ്കൂൾ, വയനാട്. ഓക്കെ, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആദ്യമേ ഇതിനെ നമുക്ക് ഒന്ന് വൃത്തിയാക്കുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ വലിപ്പം കൂട്ടുന്നു 26ലേക്ക്. അതിനെ ബോൾഡ് ചെയ്യുന്നു. മാത്രമല്ല അതിൻ്റെ കളറും കൂടെ നമ്മൾ ഇപ്പം തന്നെ ചേഞ്ച് ചെയ്യുന്നു. കളറും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് Ctrl+S കൊടുക്കാൻ മറക്കരുത്. ഇവ തമ്മിലെ അകലം കുറക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് കലണ്ടറിലെ എന്തൊക്കെ വിശേഷങ്ങളാണുള്ളത്, ക്രമ നമ്പർ, തീയതി, പ്രാധാന്യം, വിശദാംശങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമുക്കതിൽ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ കോപ്പി ചെയ്യുന്നു, ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെയും ഇത്തരം ലെറ്റേഴ്സുകൾ നമ്മൾ കാണാറുണ്ട്. ഒരു പക്ഷേ ഈ കാണുന്ന ലെറ്റേഴ്സുകളെ നമുക്ക് ഇവിടെ നമ്മുടെ ലിപിയിൽ ചെന്ന് മാറ്റം ചെയ്തു കൊടുത്താൽ ചില സന്ദർഭങ്ങളിലൊക്കെ മാറാറുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കാറുള്ളത് അത് മാറ്റം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നിർബന്ധമായും ടൈപ്പ് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ക്രമ നമ്പർ, തീയതിയാണ് അടുത്തത് വേണ്ടത്. നമുക്ക് തീയതി കൊടുക്കാം. അടുത്തത് സംഘടിപ്പിക്കാവുന്ന പ്രവർത്തനങ്ങൾ, അതേപോലെ വിശദാംശങ്ങൾ, പ്രാധാന്യം, ഇത് രണ്ടുമാണ് പിന്നീട് വേണ്ടത്. പ്രവർത്തനം. ഇത്രയും ചെറിയ ഒരു കള്ളിയിൽ ഇത്രയും വിശദമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് നമ്മൾ ഈ പേജിൻ്റെ സെറ്റപ്പാണ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ പേജിനെ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് മാറ്റുകയാണ്.
നോക്കൂ, ഇപ്പോൾ നിലവിൽ പേജ് A4 സൈസിലാണുള്ളത്, അതും പോർട്രേറ്റിലാണ്. പോർട്രേറ്റിൽ നിന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റുന്നതോടുകൂടെ പേജിൻ്റെ സംവിധാനം തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ ഓക്കെ കൊടുത്ത് നമ്മുടെ പേജും മാറി. ഇനി നമുക്ക് ഇതൊക്കെ സെൻറ്ററിൽ കൊണ്ടുവരാവുന്നതാണ്. അതിന് മുമ്പ് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് എന്നതിനനുസരിച്ച് വലിച്ചു നീട്ടാവുന്നതുമാണ്. നോക്കൂ, ഇത് വളരെ യൂസ്ഫുള്ളായി ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംഗതിയാണെന്ന് പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നുണ്ട്. വളരെ കൃത്യമായി എത്ര നീളത്തിലും വീതിയിലും വേണമെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലാക്കി കാണുന്നുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് നമ്മുടെ വിശദാംശങ്ങളാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്ന് ക്രമ നമ്പർ നമുക്ക് 1, 2 എന്നീ പ്രവർത്തനങ്ങൾ ഏത് എന്ന രൂപത്തിലുള്ളത് ഇവിടെ തന്നെയുണ്ട്. ജൂൺ 5 ഞാൻ കോപ്പി പേസ്റ്റാണ് ചെയ്യുന്നത്, പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി. ഇതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? പരിസ്ഥിതി ദിനമാണെന്ന് നമ്മൾ അത് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ടൈപ്പിംഗ് സ്പീഡുള്ള ആളുകൾക്ക് ടൈപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ചില അക്ഷരങ്ങളൊക്കെ ഇതിൽ നിന്ന് ലഭിക്കാൻ വലിയ പ്രയാസം അനുഭവപ്പെടും. അതുകൊണ്ടാണ്. നോക്കൂ, ഞാനിത് കോപ്പി ചെയ്യുമ്പോൾ മൊത്തത്തിലാണ്. ചില സന്ദർഭങ്ങളിൽ ഇതിൻ്റെ ഒരു എൻകോഡിങ് പ്രോബ്ലമാണത്. ആ പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടി ടൈപ്പിംഗ് ആകുമ്പോൾ കുറച്ചുകൂടെ അത്രയും വലുതായിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ കോപ്പി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഇതിനെ ഒന്നടുക്കി വൃത്തിയാക്കേണ്ടി വരും. ഞാനൊരു മോഡൽ കാണിച്ചു തരുന്നതിന് വേണ്ടി മാത്രമായതുകൊണ്ടാണ് വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാത്തത്. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നത് നമുക്കിതുപോലെ കോപ്പി ചെയ്ത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നു. വേണമെങ്കിൽ ഉദാഹരണത്തിന് ഇതേ സംഗതി ഞാൻ താഴേക്ക് കോപ്പി ചെയ്യുകയാണ്. നോക്കൂ, ഇങ്ങനെ വിശദമായൊരു കലണ്ടർ നമുക്ക് നല്ല അടിപൊളിയായി നിർമ്മിക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ ഡിസൈനിങ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അഥവാ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ മാറ്റാം എന്നതിനെക്കുറിച്ചാണ്. ഉദാഹരണത്തിന് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ കളർ മഞ്ഞയാവുന്നു. ഇനി ഹാഷ് കളറിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് ഈ കലണ്ടറുകളെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഈ കാണുന്ന ഭാഗം മാത്രം മറ്റൊരു സ്പെഷ്യൽ കളറിലാണ് കാണേണ്ടതെങ്കിൽ അങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ നോക്കിയാൽ തന്നെ ഏകദേശം നമ്മൾ നിർമ്മിച്ച ദിനാചരണ കലണ്ടറിൻ്റെ മോഡൽ ഇവിടെ ലഭ്യമാണ്. ഇങ്ങനെയാണ് ഒരു ദിനാചരണ കലണ്ടർ ഏറ്റവും എളുപ്പത്തിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കുന്നത്. അടുത്ത പ്രവർത്തനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.